ഒരൊറ്റ രാത്രി കൊണ്ട് അന്തരീക്ഷം മുഴുവൻ ശാന്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാതിരാത്രിയിലാണ് നരേന്ദ്രമോദി വീഡിയോ സന്ദേശവുമായിട്ട് സമൂഹ മാധ്യമത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ വീഡിയോ വന്നതിന് ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം നമ്മളെ ഇദ്ദേഹം സോനം വാങ്ചുങ് നിരാഹാരം അവസാനിപ്പിക്കുന്നു. ഈ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ ചെന്ന് കണ്ടത് JP നഡ്ഡയാണ്. JP നഡ്ഡ കൊടുക്കുന്ന എന്തോ ഒരു പാനീയം, ഗ്ലാസ്സിൽ എന്തോ വെള്ളം കുടിച്ചുകൊണ്ട് അദ്ദേഹം നിരാഹാരം അവസാനിക്കുന്നു. ഇവിടെ ഒരു തമാശയായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും കുറേ അധികം ആളുകൾ ഈ വീഡിയോ കാണുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള പലയധികം ആളുകളും കരുതുകയാണ് ചെയ്യുന്നത് മോദി ഒരു ഏകാധിപതിയാണ്, മോദി ഈസ് എ ഡിക്റ്റേറ്റർ എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, മോദി കുറച്ചും കൂടി ഡിക്റ്റേറ്റർ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നരേന്ദ്രമോദി ഒരു ഏകാധിപതി ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. മോദി യഥാർത്ഥത്തിൽ ഡിക്റ്റേറ്ററിന്റെ വാക്ക് തുടങ്ങുന്നത് ഡിയിൽ നിന്നാണ്. ആ ഡി എങ്കിലും ആവാൻ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് പറ്റിയിട്ടുണ്ടോ? പിന്നെയല്ലേ ഡിക്റ്റേറ്റർഷിപ്പിനെ കുറിച്ച് പറയുന്നു. യഥാർത്ഥത്തിൽ മോദി അത്തരത്തിലുള്ള ഒരു ഡിക്റ്റേറ്ററാണോ? മോദിക്ക് ഒരിക്കലും അങ്ങനെ ആകാൻ പറ്റില്ല. ഇന്ത്യയിൽ പറ്റില്ല. ആ ടെൻഡൻസി ഉണ്ടെങ്കിൽ പോലും പറ്റില്ല. ഇത് ഗാന്ധിയുടെ ജീനിൽ നിന്നുള്ള, ഗാന്ധിയുടെ ജനസിൽപ്പെട്ട ആൾക്കാർ ബിൽഡപ്പ് ചെയ്തൊരു നാഷൻ കൺസെപ്റ്റാണ്. ഡിക്റ്റേറ്റർഷിപ്പ് അല്ല. പിന്നെ ഭരിച്ചിരുന്നത്, ഇവിടെ കോളനി ആയിട്ട് ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അവർ ജനാധിപത്യവാദികളായിരുന്നു ഒരു പരിധി വരെ. മറിച്ച് മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. മുഗൾ സാമ്രാജ്യം തുടർച്ചയായിട്ട് പോന്നിരുന്നു. അതിൻ്റെ ഒരു പിൻഗാമിയായിട്ടാണ് വരുന്നിരുന്നെങ്കിൽ പാകിസ്ഥാനിലെ പോലെയോ സൗദി അറേബ്യ പോലെയോ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് കൂടി ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലല്ല ഇന്ത്യ രൂപപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, മോദി ഒരിക്കലും ഡിക്റ്റേറ്റർ ആകണമെന്ന് ആഗ്രഹിക്കരുത്. കാരണം അധികാരത്തിലുള്ള ഒരാൾക്ക് ഈ ടെൻഡൻസി ഉണ്ടാകാൻ തുടങ്ങിയാൽ നമ്മളെ മുഴുവൻ കീഴടക്കും. മോദി തന്നെയേ ഡിക്റ്റേറ്ററായി പോകും. കാരണം ഈ സ്തുതിപാഠകർ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും ഡിക്റ്റേറ്ററാകാൻ വേണ്ടി. ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ അബദ്ധം തന്നെയാണ്. ഇന്ദിരാഗാന്ധി ഇന്ദിര ഈസ് ഇന്ത്യ എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യം വിളിച്ച് ബെറുവ കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെയാണ് പറഞ്ഞത്, ഇന്ദിര ഈസ് ഇന്ത്യ, ഇന്ത്യ ഈസ് ഇന്ദിര. അപ്പം അത്തരം ടെൻഡൻസി ബിൽഡപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് സർവനാശത്തിലേക്ക് പോകും. കാരണം ഇന്ത്യയിൽ അത് പറ്റാത്തതിന്, ഡിക്റ്റേറ്റർഷിപ്പ് പറ്റാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, വൈവിധ്യം, സ്റ്റേറ്റുകൾ, ഭാഷ, മതം, ജാതി എല്ലാം ഉണ്ട്. മറ്റ് ഒറ്റക്കുള്ള ചെറിയ രാജ്യങ്ങൾക്ക് വളരെ പെട്ടെന്നാകാൻ പറ്റില്ല. അതൊക്കെ നമുക്കറിയാം സാറേ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ സ്ഥിരം പറയുന്ന കാര്യമാണ്. ഈ 2 ദിവസമായിട്ട് ഡൽഹിയിൽ കാണുന്നത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് ടെലിവിഷനിലൂടെയൊക്കെ. എന്തുകൊണ്ട് മോദി ഒരു ഡിക്റ്റേറ്റർ ആവണം? അല്ലെങ്കിൽ ഇപ്പോഴും മോദി ഒരു ഡിക്റ്റേറ്റർ അല്ല, അദ്ദേഹം ഒരു ഏകാധിപതിയേ അല്ല. ഏകാധിപത്യത്തിന്റെ, ഡിക്റ്റേറ്റർഷിപ്പിന്റെ ഡി പോലും ആകാനായിട്ട് യഥാർത്ഥത്തിൽ മോദിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഡൽഹിയിൽ ഈ പാറ്റാ സമരം നടക്കില്ല. ഡൽഹിയിൽ ഇവർ ചെയ്ത ഇതേ സംഭവം ചൈനയിലോ ഇറാനിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോ ആണ് ചെയ്തിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ഡിക്റ്റേറ്റർഷിപ്പ് എന്നും എന്താണ് യഥാർത്ഥത്തിൽ ഏകാധിപത്യം എന്നും ഈ പാറ്റകൾ ശരിക്കും മനസ്സിലാക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ പാറ്റകളെ, അവിടെയുള്ള ചുമർ ചിത്രങ്ങളിൽ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഈ മോദിയെ കൊല്ലണം, മോദിയുടെ വായിൽ മൂത്രമൊഴിക്കണം, ബാൻ ചോദ് മോദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, മോഡിയെ അമേരിക്കയിലേക്ക് ക്ഷണിക്കരുതെന്ന് ഇൻവിറ്റേഷൻ പോയിട്ടുള്ള മറ്റ് പല ഭാഷകളും ഉപയോഗിച്ചുകൊണ്ട് മോദിയെ അഭിസംബോധന ചെയ്യണം എന്നുള്ളതാണ്. അതായത് അവിടെ കൂടി നിന്നിട്ടുള്ള ഒരു 60% ആളുകളുടെയും ആഗ്രഹം നീറ്റ് ചോദ്യപേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നുമല്ല. അവരുടെ യഥാർത്ഥത്തിൽ അതികഠിനമായിട്ടുള്ള മോദി വിരുദ്ധതയും BJP വിരുദ്ധതയും. മോദി വിരുദ്ധതയേക്കാൾ കൂടുതൽ BJP വിരുദ്ധത. അതെ, ഈ ഓരോരുത്തർ വീഡിയോ ഒക്കെ എടുത്തിട്ട് പറയുന്നതാണ് ഫക്ക് മോദി എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോ, അങ്ങനെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തെ ഇതാക്കുന്ന കുറെ കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതൊക്കെ ഇവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്, എന്നിട്ട് സുഖമായിട്ട് റോട്ടിലൂടെ ഇറങ്ങി നടക്കുക. എന്നിട്ടാണ് പറയുന്നത് മോദി ഏകാധിപതിയാണ്, മോദി ഡിക്റ്റേറ്റർ ആണെന്ന്. മോദി ഡിക്റ്റേറ്റർ അല്ല, മോദി ഏകാധിപതി അല്ല. മോദിക്ക് ഇതുവരെ ഡിക്റ്റേറ്റർ ആവാൻ പറ്റിയിട്ടില്ല. ഡിക്റ്റേറ്റർഷിപ്പിന്റെ ഒരു ഡി പോലും ആകാൻ മോദിക്ക് യഥാർത്ഥത്തിൽ പറ്റിയിട്ടില്ല. അടിച്ചമർത്തലിന്റെ രാഷ്ട്രീയം, ഡിക്റ്റേറ്റർഷിപ്പ് അടിച്ചമർത്തലിന്റെ രാഷ്ട്രീയം, എതിരഭിപ്രായങ്ങളെ, എതിരെ സമരങ്ങളെ, എതിരെ പ്രസ്താവനകളെ, എല്ലാത്തിനെയും അടിച്ചമർത്തുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയം തുടരാൻ മോദിക്ക് ഇന്ത്യയിൽ പറ്റാത്തതിന്റെ കാരണം താങ്കൾ തന്നെ പറഞ്ഞു. സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ മറ്റ് ബർമയിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അത് രൂപപ്പെട്ട പശ്ചാത്തലമല്ല ഇന്ത്യ രൂപപ്പെട്ടത്. അതാദ്യം അറിയാം. രണ്ടാമത്തെ കാര്യം, മോഡി ഒരു എലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ, എന്തെല്ലാം പറഞ്ഞാലും മോഡിയുടെ അധികാരം നിലനിർത്താൻ അത്യാവശ്യം
ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ പിണറായി വിജയനായിരുന്നു എന്ത് ചെയ്യുമായിരുന്നു? ഇപ്പോൾ മോഡിയും പിണറായി വിജയനും രണ്ട് ഓപ്പോസിറ്റ് ഇവിടെ രക്ഷാപ്രവർത്തനം നമ്മൾ സമരം ചെയ്യാൻ ചെന്നവൻ എന്നാ ചെയ്ത് തന്നെ? യൂത്ത് കോൺഗ്രസ്സുകാരെ പിള്ളേരെ അല്ലെ KSUക്കാരെ പിള്ളേരെ പിണറായി വിജയൻ എന്താ ചെയ്ത്? അത്രയും മോഡി ചെയ്തോ? ചൈനയിൽ ടിയാൻമെൻ സ്ക്വയറിൽ ടാങ്കാണ് കയറ്റി വിട്ടത് പിള്ളേരുടെ മേൽ. അത്രയും മോഡി ഇവിടെ ചെയ്തിട്ടില്ല. പക്ഷെ നാളെ അത് ചെയ്യണം എന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. അതല്ല പറഞ്ഞത്. ആ അർത്ഥത്തിൽ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ സംരക്ഷിത വലയത്തിൽ നിന്നാണ് ഈ ഇവർക്ക് സമരം ചെയ്യാൻ പറ്റുന്നത്. മറിച്ച് പാകിസ്ഥാനിലോ ചൈനയിലാണെ പറ്റിയല്ല, ഇറാനിലാണെ പറ്റിയല്ല. ഇറാനിൽ പോലും അടിച്ച് തകർക്കുകയല്ലേ ഇത് തോണ ഇപ്പോൾ പോലത്തെ സമരത്തെ പോലും. അപ്പോൾ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ആ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ വെള്ളം ചേർക്കാതെ നേരെ പോയാൽ കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസ് സജീവമായി രംഗത്ത് വന്നു, ഈ രാഹുൽ ഗാന്ധി സജീവമായി രംഗത്ത് വന്നു. അപ്പോൾ വേണമെങ്കിൽ ഒരു കൂട്ടർക്ക് പറയാം രാഹുൽ ഗാന്ധി വന്നതുകൊണ്ടാണ് ഈ സമരം പെട്ടെന്ന് തീർന്നതെന്ന് പറയാം, കോൺഗ്രസ്സുകാർക്ക് പറയാം. അതുപോലെ തന്നെ മറിച്ച് അവിടെ എൻ്റെ ദയനീയമായ ചില രംഗങ്ങൾ വേറെയുണ്ട്. മറിച്ച് മോഡിക്ക് പറയാം, മോഡി അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയപ്പോൾ മോഡി പ്രധാനമന്ത്രി എന്നുള്ളതിൽ മോഡി ഇടപെടുന്നു, മോഡിയുടെ പവർ എക്സസൈസ് ചെയ്യുന്നു, ഇവരുമായിട്ട് സംസാരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നു, സമരം ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്ന് ആർക്ക് പറയാം? മോഡിക്കും പറയാം. ഈ സമരം കൂടുതൽ വഷളാകാതെ കൺട്രോൾ ചെയ്യുന്നതിന് മോഡിക്കും പറയാം. അത് ആ രണ്ട് വശം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഡിക്റ്റേറ്റർഷിപ്പിന് മോഡിക്ക് ആകാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. രണ്ട്, മോഡി ആയാൽ അതാകുന്ന സന്ദർഭം, മോഡിക്ക് ആകാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാവും. മറിച്ച് ഇന്ദിരാഗാന്ധിക്ക് ആ മണ്ടത്തിനും പറ്റിയ ആളാണ് അവിടെ. ഇന്ദിരാഗാന്ധിയുടെ പാട് ആരുടെ മനസ്സിലുണ്ടാവും? അല്ല, ഇന്ദിരാഗാന്ധിക്ക് അടിയന്തരാവസ്ഥ സമയത്ത് അണ്ടർഗ്രൗണ്ടിൽ കഴിഞ്ഞ ഒരാളാണ് മോദി. അതാ ഞാൻ പറഞ്ഞത്. ഇന്ദിരാഗാന്ധിയുടെ കാഴ്ചപ്പാട് ഇന്ദിരാഗാന്ധിക്ക് എന്ത് സംഭവിച്ചു? എന്നിട്ട് ഇന്ദിരാഗാന്ധിക്ക് എന്ത് സംഭവിച്ചു? ആ അനുഭവം ആരുടെ മുമ്പിലുണ്ട്? അല്ലെ, പലയധികം കോൺഗ്രസ് നമുക്കറിയുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അടിയന്തരാവസ്ഥ അനിവാര്യമായിരുന്നു രാജ്യത്ത് എന്ന് പറയുന്ന വിശ്വസിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. അല്ല, അവർ ആ കാഴ്ചപ്പാടുള്ളവർ പറയും മോഡി കുറച്ചുകൂടി ചെയ്തിട്ടാണെന്ന് പറയും, കുറേക്കൂടെ അടിച്ചമർത്തണം എന്ന് പറയും. കാരണം സുഖമായിട്ട് അധികാരം ചോദ്യം ചെയ്യപ്പെടും. പിണറായി വിജയൻ ആരായിരുന്നു ഇവിടെ? കോൺഗ്രസ്സുകാർ സമരം ചെയ്യാത്തതുകൊണ്ടല്ലേ കൂടുതൽ അടികൊള്ളാത്ത. കൂടുതൽ സമരം ചെയ്യുന്നത് എന്ത് പറ്റുമായിരുന്നു? സാറേ, ഇവിടെ നമ്മളിപ്പം യഥാർത്ഥത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ നാനാത്വത്തിൽ ഏകത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം. അതെ, അടിസ്ഥാനപരമായിട്ട് വലിയ ജനാധിപത്യമൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യക്കാര് എന്ന് കരുതി തോന്നിവാസം കളിച്ചു കഴിഞ്ഞാൽ എന്ന് കരുതി എന്ത് പോക്കിർത്തരവും ജനാധിപത്യത്തിന്റെ പേരിൽ എന്ത് പോക്കിർത്തരവും കാണിക്കാം എന്ന രീതിയിലേക്ക്. അതുകൊണ്ടാണ് ഈ ജനാധിപത്യം യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് മോദി യഥാർത്ഥത്തില് ജനാധിപത്യത്തിന്റെ ഡിക്റ്റേറ്ററാണ് ആവേണ്ടത്. ജനാധിപത്യത്തിന്റെ ഡിക്റ്റേറ്റർ ആകണം നരേന്ദ്രമോദി, ഒരു സംശയമില്ല. മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ചക്രവർത്തി, ഏകാധിപതിയാകണം നരേന്ദ്രമോദി. അത് താങ്കളുടെ യോജിക്കുന്നു. ഞാൻ പറഞ്ഞത്, പക്ഷെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെങ്കിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ചിലപ്പം തലമണ്ട അടിച്ചു പൊട്ടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില ആളുകളുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കുക തന്നെ ചെയ്യേണ്ടി വരും. ഒരു സംശയമില്ല കാര്യത്തിൽ. അല്ലാതെ തന്നെ മാർഗമുണ്ട്. ഇപ്പോ ഈ ഡൽഹി പ്രൊട്ടസ്റ്റില് CJPയുടെ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണം. അതുമായിട്ട് ബന്ധമില്ല. ഉമർ ഖാലിദ് വലിയ പ്രശ്നവൽക്കരിച്ച മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചിട്ട് ജയിലിലായി പോയിട്ടുള്ള ആളാണ്. അയാളെ ഫ്രീ ആക്കണം. പിന്നെ അതേപോലെ FCRA അമെൻമെന്റ് അത് എടുത്തു കളയണം. ഇതൊക്കെയാണ് ആവശ്യം. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് CJPയിലെ ചില പ്രവർത്തകർ പറഞ്ഞു എന്നുള്ളവരാണ്. CJPയിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. ഈ സമരത്തിന്റെ ഭാഗമാവുന്ന അല്ല, ഹനുമാൻ സേന, ബജരംഗദൾ ഇവർ ചെയ്യുന്നതിനൊന്നും BJPക്ക് ഉത്തരവാദിത്തം എടുക്കാൻ പറ്റുമോ? അപ്പൊ BJPക്കാർ പറയുന്ന മറുപടി തന്നെ ഇതിനകത്തൊരു ഫ്രാക്ഷനാണ്, അല്ലെ ഒരു ചെറിയ വിഭാഗമാണ്, അവരാണ് ഇപ്പോൾ കൃത്രിമം കാണിക്കുന്നത്. തോക്കുസ്വാമി പറയുന്നത് BJPക്കാർ പറയാൻ പറ്റുമോ? അത് ഓരോരുത്തരുടെ കാഴ്ച. അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗം സമരത്തിൽ പങ്കെടുക്കാൻ ചെല്ലുക. ഇവർ ഈ സമരത്തിൽ മാത്രമല്ല, നിങ്ങളുടെ നാളെ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം പ്രതിപക്ഷ കക്ഷികൾ കർഷകരുടെ സമരം നടത്തിയിരിക്കട്ടെ, അവിടെ ഇവർ ചെല്ലും. ഇതേ മുദ്രാവാക്യം അവിടെയും വിളിക്കും. കർഷക സമരത്തിൽ ഇതേ മുദ്രാവാക്യം വിളിക്കും. അധ്യാപകരുടെ സമരം നടത്തട്ടെ, അവിടെയും വിളിക്കും. കാരണം ഇവർക്ക് താല്പര്യങ്ങളും ഇവരുടെ കുറേ താല്പര്യങ്ങൾ എങ്ങനെ ഫിൽറ്റർ ഫിൽറ്റർ ചെയ്ത് കയറ്റാൻ ഉള്ളിലേക്ക് നമ്മളറിയാതെ നമ്മളിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് കിടത്തി വിടാൻ പറ്റുമെന്ന് ഇവർ നോക്കുന്നത്. എന്നിട്ട് പുറത്തേക്ക് പോകുന്ന ചിത്രങ്ങൾ ഇവർ മുദ്രാവാക്യം വിളിക്കുന്നതായിരിക്കും. ഡൽഹിയിൽ മോഡിക്കെതിരെ മുദ്രാവാക്യം. ഞാൻ ഉദാഹരണം പറയുന്നത്, വിദ്യാർത്ഥികളെ മോഡി ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. ആ കൂട്ടത്തിൽ ഈ മുദ്രാവാക്യങ്ങളെ കാണിക്കുമ്പോൾ പുറത്തൊരാളിത് കാണുമ്പോൾ എന്നാ വിചാരിക്കും? പുറത്ത് ഇവിടെ ഇത്രയും മുദ്രാവാക്യം വിളിക്കാൻ ആളുണ്ട്
ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്ന ആളുണ്ടെന്ന് കരുതും. മോദി ഏകാധിപതിയാകണം എന്ന് പറയുന്നതിന്റെ, മോദി ഇപ്പോഴും ഒരു ഏകാധിപതിയല്ല. ദയവ് ചെയ്തിട്ട് ഏകാധിപത്യത്തെ ആരും കളിയാക്കരുത്. ഇതൊന്നും അല്ല ഏകാധിപത്യം. മോദി കാണിക്കുന്നതൊന്നുമല്ല ഏകാധിപത്യം. അത് വേറെ സ്ഥാനമാണ് ഏകാധിപത്യം, ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ചൈനയിലും ഇറാനിലും അല്ലെങ്കിൽ വേണ്ട എന്തിന് ഞമ്മന്റെ സ്വന്തം സൗദി അറേബ്യയിലൊക്കെ പോയി നോക്കിയാൽ പോരെ, മനസ്സിലാകില്ല എന്താണ് യഥാർത്ഥത്തിൽ ഏകാധിപത്യം എന്നുള്ളത്. ആ ഏകാധിപത്യം ഒന്നും അല്ല ഇന്ത്യയിൽ. ഇപ്പോ നമുക്കറിയാം ഈ നമ്മളെ പഹൽഗാം ഭീകരാക്രമണം, അതില് കൊല്ലപ്പെട്ട കലിമ ചൊല്ലാനായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് നമ്മളെ രാമേന്ദ്രൻ ഇവിടെ കൊച്ചിയിലുള്ള അദ്ദേഹത്തെ തീവ്രവാദികൾ കൊലപ്പെടുത്തിയത്. അതില് അദ്ദേഹത്തിന്റെ മകളുടെ ഒരു പോസ്റ്റിന് താഴെ കമന്റ് എഴുതിയത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതെ, അവന്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായിരുന്നു അയാൾ എഴുതിയ കമന്റ്? 1 വർഷത്തിന് ശേഷം സൗദി അറേബ്യയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ പോലീസ്, അതായത് നമ്മുടെ ആളുകൾ വന്നിട്ട് കാഫിറുകളെ മുഴുവൻ കൊല്ലും, എന്നിട്ട് മുസ്ലിങ്ങളെ മാത്രം സംരക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് കമന്റ് എഴുതിയ അവൻ ആ കമന്റ് ഇന്ത്യക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാ. അവൻ സൗദി അറേബ്യക്കെതിരെ അങ്ങനെ ഒരു കമന്റ് എഴുതുമോ? അവൻ ചൈനക്കെതിരെയോ ഇറാനിലോ അങ്ങനെ ഒരു കമന്റ് എഴുതാൻ അവന്റെ നാവ് പൊങ്ങുമോ യഥാർത്ഥത്തിൽ? അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് മോദി ഇപ്പോഴും ഡിക്റ്റേറ്റർ അല്ല. ഡിക്റ്റേറ്ററിന്റെ ഒരു ഡി പോലും ആകാനായിട്ട് നരേന്ദ്രമോദിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ ഏകാധിപതിയായിട്ട് നിലനിൽക്കണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാം. ഇന്ത്യ എന്ന് പറയുന്ന അത്രയും വലിയൊരു രാജ്യം, അത്രയും വലിയ വൈവിധ്യം, ഭാഷ, സംസ്കാരം, വിവിധ ചിന്തകൾ, ഈ ജനങ്ങളെ മുഴുവൻ കൺട്രോളിൽ ഇരുത്തണം. രാജ്യം വളരെ എഫക്റ്റീവായിട്ട് റണ്ണും ചെയ്യണം. പ്യുവർ ഡെമോക്രസി കൊണ്ട്, പ്യുവർ ജനാധിപത്യം കൊണ്ട് ഇത് സംഭവിക്കും. ഇത്രയും നാൾ നടന്നിരുന്ന എങ്ങനെയാണ്? ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയുടെ ഒരു കാലഘട്ടം ഒഴിച്ച് അതിനു മുമ്പുള്ള മുഴുവൻ കാലഘട്ടത്തിൽ, അത് ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി പുതിയ ഭരണകൂടം ഉണ്ടാകുന്നതിനിടയ്ക്കൊക്കെ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പോസിറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ലീഡർഷിപ്പ് ഉണ്ടാകണം. ആ ലീഡർഷിപ്പിലൂടെ മഹാത്മാഗാന്ധിയിലുണ്ടായിരുന്നു. അത് മഹാത്മാഗാന്ധിയുടെ കാലം കഴിഞ്ഞ പിന്നെ കുറേ അതിനകത്ത് വെള്ളം ചേർത്ത് എങ്ങനെയും അധികാരത്തിലിരിക്കുക എന്നുള്ള രീതിയിലേക്ക് ഇവിടെ വന്ന ഭരണകക്ഷി, പല കക്ഷികളെ പല സ്റ്റേറ്റിലും പലരുടെയും താല്പര്യങ്ങളായ പല സമുദായത്തിന്റെ രാജ്യ താല്പര്യം അവിടെ പുറകോട്ട് പോവുക. അതെ, രാജ്യ താല്പര്യം പുറകോട്ട് പോകുന്നു, സാമുദായിക താല്പര്യം വർദ്ധിക്കുന്നു. ഇവിടെ മോഡിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം മോഡിയെ ഇന്ന് പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളിൽ അല്ലെ. ഇവിടെ എന്താ വെച്ചാൽ തീവ്രവാദത്തിനെതിരെ മോദി ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഉടനെ ഏകാധിപതിയാണ്. ആ കൂട്ടത്തിൽ പശുവിനെ ഗോവധം നിരോധിക്കുന്ന ബില്ലും കൂടെ പാസ്സാക്കുമെന്ന് മോഡി വെള്ളത്തിലാണ് എവിടെയാണെന്നറിയോ? മോഡി പോസിറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മറിച്ച് ആ കൂട്ടത്തിൽ സങ്കുചിത മത താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് മോഡി എടുക്കും. മോഡിയുടെ ചുമതലയല്ലല്ലോ രാമക്ഷേത്രത്തിൽ പൂജ നടത്തി പുനഃപ്രതിഷ്ഠ നടത്താൻ മോഡിയുടെ ചുമതലയല്ല. മോഡി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അത് തീർച്ചയായിട്ടും ഇന്ത്യയെ പോലൊരു രാജ്യത്ത് മോഡി അത് ചെയ്യാൻ പാടില്ല. അതിനുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കാം. അതിന് പൂജാരിമാരുണ്ട്. ഹിന്ദു മതത്തിൽ തന്നെ അവർക്ക് ചെയ്യാനുള്ള അവകാശമുള്ള ആരാണെന്ന് നമുക്കറിയാം. അതിനുള്ള പൂജാരിമാരുണ്ട്. ഇപ്പം ആ അമ്പലത്തിൽ മുഴുവൻ കൊള്ള നടക്കുന്നു. വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതേ ആർജവം മോഡി എവിടെ കാണിക്കണമായിരുന്നു? അയോധ്യയിൽ നിന്ന് സ്വർണം കെട്ടവനെ പിടിക്കാനും കൂടെ കാണിക്കണമായിരുന്നു. അവിടെ മോഡി സൈലൻ്റാണ്. അവരെ പറ്റി പറയാൻ പോലും സമ്മതിക്കുന്നില്ല. ഈ സമരം കൊണ്ട് വേറെ നോട്ടങ്ങളുടെ മോഡിക്ക് കിട്ടി. CJP മോഡിയെ സഹായിച്ചു. അയോധ്യ പ്രശ്നം കത്തി നിന്ന അയോധ്യ പ്രശ്നം ഒന്നും അല്ലാതാക്കാനും ഇപ്പോൾ CJP ആരുടെ ആളായിരുന്നു? അതും ആലോചിക്കണം. അപ്പം ഇത് വിവിധ തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു സമസ്യയായത്. ഇത് നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമ്മൾ ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. നമ്മളൊക്കെ കുറച്ചുകൂടെ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളെ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നവർ പറയണം. ഇത് അവിടെയാണ് എൻ്റെ സ്ഥിതി. ഇതിനകത്ത് മോഡി ഡിക്റ്റേറ്റർ ആകുന്നോ അല്ലെങ്കിൽ ഡിക്റ്റേറ്റർ എന്നുള്ള വാക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് സമർത്ഥമായി തന്നെ ഏൽപ്പിച്ച ചുമതലകൾ നടപ്പാക്കിയെടുക്കാൻ, ഭരണകൂടപരമായ രാഷ്ട്രീയമായ എന്തായാലും നടപ്പാക്കിയെടുക്കാൻ പറ്റുന്ന കഴിഞ്ഞാൽ മോഡി തന്നെയാണ്. എന്തായാലും ഇസ്ലാമിസ്റ്റുകൾക്ക് മോദി ഒരു ഡിക്റ്റേറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് എന്ന് ഉറപ്പായിട്ടും തോന്നുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. തീവ്രവാദത്തിനെതിരെ ഏറ്റവും കുറവ് ജനാധിപത്യത്തിൽ വിശ്വാസം അവർക്കായിരിക്കും. തീവ്രവാദത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കും. മോദി ഏകാധിപതിയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ അത്ര സന്തോഷം രേഖപ്പെടുത്തിയില്ല. കാരണം മോഡിയുടെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം കൊണ്ട് തീവ്രവാദ ശക്തികൾ ഇപ്പം ഇത്രയും പേര് കൊക്രോച്ച് പാർട്ടിയുടെ കെയർ ഓഫിൽ ഇത്രയും പേര് ഡൽഹിയിൽ വരാൻ തീരുമാനിച്ചെങ്കിൽ, തെണ്ടുൽക്കറെ പോലെ കാര്യമായി ഇതുവരെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാത്തവർ അഭിപ്രായം പറയാൻ റെഡിയായിട്ട് വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം മോഡി കൈകാര്യം ചെയ്ത രീതി പരാജയപ്പെട്ടു എന്നുള്ളതാണ്.